മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ആഗോലി വാഴയെ പൊള്ളിച്ചതാണ്. അതിൻ്റെ പാർട്ട് 1 ഇട്ടിന് നമ്മൾ പാർട്ടായിട്ട് അത് ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മൾ അതിൻ്റെ റെസിപ്പിയോടെയാണ് ഇടുന്നത്. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആഗോലി കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതോടെ നമ്മളിവിടെ നല്ല ക്ലീനാക്കി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലുപ്പിട്ടിട്ട് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാം. അതിനുവേണ്ടി ആദ്യം നല്ല കുറച്ച് കല്ലുപ്പിട്ടിട്ട് മിക്സ് ആക്കാം. നമുക്ക് കുറച്ച് നേരം നല്ലതായിട്ട് മിക്സ് ആക്കട്ടെ. അപ്പോൾ നല്ല കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മീൻ വരഞ്ഞ് കൊടുക്കാം. എന്നാലും മുളകൊക്കെ നന്നായിട്ട് പിടിക്കും. ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് വരഞ്ഞാൽ മതി, ഓവർ വലുതായിട്ട് വരയണ്ട. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ മീനിൻ്റെയും കൂടെ മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ വെളുത്തുള്ളി ആയിരിക്കും നല്ലത്. ചെറിയ വെളുത്തുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ വെളുത്തുള്ളി എടുക്കുന്നതാണ്. പിന്നെ നമുക്ക് 1 ഇഞ്ചി മതി. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ നമുക്ക് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം കൂടെ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അതിനുശേഷം നമുക്ക് മൂടാം. അപ്പോൾ ഗൈസ് എല്ലാം കൂടെ നമുക്കൊന്ന് നല്ല പേസ്റ്റാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് മീൻ തൂത്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഏകദേശം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് മതി, ഓവർ ആവണ്ട. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഈ മീനിലേക്ക് നല്ല മസാല തേച്ച് വരട്ടിക്കാം. നന്നായി തേച്ച് വരട്ടെ. അപ്പോൾ ഗൈസ് നല്ലതായിട്ട് നല്ല മസാല റെഡിയായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 5 മിനിറ്റ് റെസ്റ്റിങ്ങിന് വെക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ 5 മിനിറ്റ് റെസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് വാഴ കിട്ടിയതിന് ശേഷം പാനിലേക്ക് ഇടാം. ഗൈസ് ഇതാണ് നമ്മളെ വാഴ. ഇനി നമുക്ക് വാഴയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ മസാല തേച്ചതിന് ശേഷം 2 കരിവേപ്പില വെച്ചതിന് ശേഷം നമ്മളൊരു മീൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും മസാല ഇട്ടതിന് ശേഷം 2 കരിവേപ്പില വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മൂടാം, പാക്ക് ചെയ്യാം. പൊതിനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് വാഴയില വെച്ച് നമുക്ക് കെട്ടാം. നമ്മളെ വാഴേൻ്റെ നാര് വെച്ച് നന്നായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മളെ മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഇതായിട്ടുണ്ട് ആഗോലി ആഴവെള്ളി പൊടിച്ച്. ഇനി നമുക്കിത് നമ്മളെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ മറ്റേതും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് അതോടെ നമ്മുടെ സാധനം ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല പൊരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ആവി ഇങ്ങനെ തെറിക്കുന്ന നോക്കൂ. ആവി നല്ല ആവിയുണ്ട് ഗൈസ്. നല്ല ചൂടുള്ള സാധനമാണ്. ആവി ഇങ്ങനെ പൊന്തി നോക്കൂ. നല്ല ചൂടുണ്ട്. പിഴിഞ്ഞു കൊടുക്കാം. ഒരു ഡിസൈൻ വേണ്ടി ഒരു ഉള്ളിൽ കൂടെ വെച്ചിട്ടുണ്ട്. പീസെടുക്കാം ഗൈസ്. നല്ല ചൂടോടെയാണ് ഗൈസ്. നോക്കൂ ഗൈസ് ആവി. നല്ല ചൂടുണ്ട്. നല്ല എരിവുണ്ട്, നല്ല ചൂടുണ്ട്. മസ്റ്റ് ട്രൈ ഹോമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ചെയ്ത് നോക്കുക. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാനും വരുന്നതായിരിക്കും. ബൈ.